Hi everyone, my name is Leia and welcome to my vlog. രാവിലെ ഒരു 10:30 ആയപ്പം ഞങ്ങൾ ഡെൻവറിലെത്തി. അവിടുന്ന് നമ്മൾക്ക് റെൻ്റൽ കാർ കിട്ടുന്ന സ്ഥലത്തേക്ക് അവരുടെ വണ്ടി നമ്മളെ പിക്ക് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ വണ്ടിയിലൊക്കെ പോയി നമുക്ക് നമ്മുടെ കാർ കിട്ടിയിട്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ഫസ്റ്റ് ടൈം മൗണ്ടൻസ് കാണുമ്പോൾ ഉള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ, അതാണ് ഞങ്ങൾ രണ്ടുപേരും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിങ്ങനെ അവിടെ ഫുള്ള് മൗണ്ടൻസ് നിൽക്കുന്ന കാണാം, ഒരു സൈഡ് ഫുള്ള്. പക്ഷെ നമ്മൾ ആക്ച്വലി ആ ഒരു താഴെ ഇറങ്ങി ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് അതിൻ്റെ ഒരു റിയൽ സൈസ് നമുക്ക് ആ കണ്ണുകൊണ്ട് നമുക്ക് കാണുന്നത്. അതിൻ്റെ ആ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ. ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാണ്. നല്ല വെയിലുണ്ട് ഇവിടെ. ശരിക്കും തണുപ്പുണ്ട്, പക്ഷേ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് അത്ര തണുപ്പ് ഫീൽ ചെയ്യുന്നില്ല. ഈ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെയാണ് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നേക്കുന്നത്. ഡെൻവർ ഫസ്റ്റ് ഡേ ആയിട്ട് ഞങ്ങളിവിടെ ബോറടിച്ചിരിക്കുകയാണ് ഗൈസ്. ഒന്നും ചെയ്യാനില്ല, ഉറക്കം വരുവാ. ആ ബോറടിയൊക്കെ ഐസ്ക്രീം കഴിച്ചപ്പോൾ മാറി കേട്ടോ. നമുക്കിന്ന് ഒരേ ഒരു സ്ഥലത്തേ പോകാനുള്ളൂ. അത് നമുക്ക് കൂർസ് ബ്രൂവറി ടൂറാണ്. അത് ഗോൾഡൻ എന്നും പറഞ്ഞ ഒരു ടൗണിലാണ് കൂർസ് ബ്രൂവറി ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം മൗണ്ടൻ ടൗൺ ആണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി ഏർലി ആയിരുന്നു. അപ്പോൾ ഓർത്തു വന്ന് ആ ഗോൾഡൻ ടൗണൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പയ്യെ ബ്രൂവറി ടൂറ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ ടൂർ ബുക്ക് ചെയ്ത് എല്ലാവരും അവരുടെ ടൈം ആകുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലൊരു ബസ്സിൽ നമ്മളെ അവർ പിക്ക് ചെയ്തുകൊണ്ട് അവരുടെ സൈറ്റിലോട്ട് കൊണ്ടുപോവാണ് ചെയ്യുന്നത്. ഇത് ഭയങ്കര വലിയ, അതായത് വേൾഡ്സ് ലാർജസ്റ്റ് സിംഗിൾ സൈറ്റ് ബ്രൂവറിയാണിത്. അത് 15,000+ ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓൾമോസ്റ്റ് 2 മണിക്കൂറോളം ഉള്ളൊരു ടൂറാണിത്. പെർ പേഴ്സൺ $20 ആയിരുന്നു ഇതിൻ്റെ ചാർജ്. ഇതിനകത്ത് അവർ കാണിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാൾട്ടിങ്, ബ്രൂയിങ് ആൻഡ് അവരുടെ ഒരു പാക്കേജിങ് പ്രോസസ്സാണ് കാണിക്കുന്നത്. ഓൾസോ ഈ ടൂർ പാക്കേജിനകത്ത് നമുക്ക് അവരുടെ 3 സിഗ്നേച്ചർ ഡ്രിങ്ക്സ് കോംപ്ലിമെൻ്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. ഈ കാണുന്ന ബിയർ ഉണ്ടാക്കുന്ന കെറ്റിലിനൊക്കെ 2 നില കെട്ടിടത്തിൻ്റെ പൊക്കമുണ്ട്. ആൻഡ് ഇവരുടെ ബിയറിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നത് റോക്കി മൗണ്ടൻസിൽ നിന്ന് കിട്ടുന്ന മിനറൽസ് എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ള വെള്ളം യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് അവരുടെ പാക്കേജിങ് പ്രോസസ്സ്. അങ്ങനെ പാക്കേജിങ് പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് ഈ പോകുന്ന ക്യാൻസ് എല്ലാം കൂടെ ഇവർക്ക് മൂവ് ചെയ്യാൻ വേണ്ടി ഇവരൊരു ട്രെയിൻ സിസ്റ്റമാണ്, അതായത് ഇവരുടെ സൈറ്റിനുള്ളിൽ തന്നെ ഒരു ട്രെയിൻ സിസ്റ്റം യൂസ് ചെയ്തിട്ട് പിന്നെ അതൊരു പബ്ലിക് ട്രാക്കിലോട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലാണ് അത് അറേഞ്ച് ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ ടൂറൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ഡ്രിങ്കും മേടിച്ചിട്ട് ഇതുപോലൊരു ബസ്സിൽ അവർ നമ്മളെ കാർ പാർക്ക് ചെയ്ത സ്ഥലത്ത് കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. ആൻഡ് ഇവിടുന്ന് ഞങ്ങൾ നേരെ ഹോട്ടലിലോട്ടായിരുന്നു പോയത്. ഞങ്ങൾ നല്ല ടയേർഡായിരുന്നു. അങ്ങനെ ഒരു കാം ആൻഡ് പീസ്ഫുൾ ഫസ്റ്റ് ഡേ ഇൻ ഡെൻവർ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ സമയം ഒരു 5:10 ഇൻ ദ മോർണിംഗ് ആയിട്ടുണ്ടായിരിക്കും. നമ്മളിന്ന് റോക്കി മൗണ്ടൻ നാഷണൽ പാർക്കിലാണ് പോകുന്നത്. അപ്പോൾ അവിടെ കുറച്ച് നേരത്തെ ചെന്ന് പരിപാടികളെല്ലാം നേരത്തെ തീർത്തിങ്ങി ഇറങ്ങാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടെ എപ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച്, അതായത് പ്രത്യേകിച്ച് മൗണ്ടൻ്റെ മുകളിൽ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് തണുപ്പ് കൂടുക, വിൻഡി ആകുക, പിന്നെ തണ്ടർ സ്റ്റോം ഉണ്ടാകുക, അങ്ങനെയൊക്കെ ചാൻസസ് ഉള്ളതുകൊണ്ട് നമ്മൾ മോർണിംഗ് തന്നെ സ്റ്റാർട്ട് ചെയ്ത് മോർണിംഗ് തന്നെ പരിപാടികൾ തീർത്തിട്ട് വരാം എന്നുള്ളൊരു പ്ലാനിലാണ് രാവിലെ എഴുന്നേറ്റിരിക്കുന്നത്. നമ്മളിന്ന് റോക്കി മൗണ്ടൻ നാഷണൽ പാർക്കിലാണ് പോകുന്നത്. അതിൻ്റെ ബെയർ ലേക്ക് കോറിഡോർ സൈഡിലോട്ടാണ് പോകുന്നത്. കാരണം മറ്റേ സൈഡ് ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ May 26 നെക്സ്റ്റ് വീക്കെൻഡ് കഴിയുമ്പോഴേ അത് ഓപ്പൺ ആവത്തുള്ളൂ. ഈ ഒരു ഏരിയ ഇങ്ങനെ നിരന്ന് ഫുള്ള് മൗണ്ടനാണ് നിൽക്കുന്നത്. ആൻഡ് ഇതിൻ്റെ എല്ലാ മൗണ്ടനിലോട്ടും നമുക്ക് ആക്സസ് ഇല്ല. കുറച്ച് ഏരിയാസിലോട്ട് നമുക്ക് കാറ് ആക്സസിബിൾ ആണ്. അപ്പം അതിലൊരു സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. പകുതി വരെ പോകുന്നുള്ളൂ. അവിടെ നിന്ന് മുകളിലോട്ട് പിന്നെ നമ്മൾ ഹൈക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേട്ടോ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞാൽ ഫുള്ള് ഗ്രീനൊക്കെ ആയിട്ട് നല്ലൊരു സമ്മർ വൈബായിരുന്നു. പക്ഷേ നമ്മുടെ വെതർ ഫോർകാസ്റ്റിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ പോകുന്ന മലയിലൊക്കെ മഞ്ഞാണെന്ന്. നമുക്ക് പോകേണ്ട മൗണ്ടൻസിൽ കൂടെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ വ്യൂ പോയിന്റ്സ് ഉണ്ട്. അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ആ വ്യൂസ് കാണാം, പിക്ചേഴ്സ് എടുക്കാം. ഇവിടെ എല്ലായിടത്തും പാർക്കിംഗ് സ്പേസും അവൈലബിൾ ആണ്, വാഷ്റൂംസും അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങൾ അതുപോലെ 2 സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ടൊക്കെയാണ് പിന്നെ യാത്ര തുടങ്ങിയത്.
അങ്ങനെ നമ്മൾ ഫസ്റ്റ് ലേക്കുള്ള ഒരു വ്യൂ പോയിന്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇത് പാർക്കിംഗ് ലോട്ടിൽ നിന്ന് ഉള്ള ഒരു വ്യൂ ആണിത്. അവിടെ നിന്ന് അവർ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് വ്യൂ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് കഴിച്ച് ഒക്കെ നമുക്ക് പയ്യെ പോവാം. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ പയ്യെ ട്രെയിനിൽ കൂടി നടക്കുകയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ ലേക്ക് വ്യൂ. ദൂരെ കാണുന്നതാണ് ലേക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെയെല്ലാം ഓൾറെഡി സ്നോ വീണ് മെൽറ്റായി തുടങ്ങിയ ഒരവസ്ഥയിലാണ്. അപ്പം നമ്മളിപ്പോൾ ഹാഫ് വേ പോലും ആയിട്ടില്ല. അപ്പോൾ ഇതിന് മുകളിലോട്ട് പോകും തോറും നല്ല സ്നോ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാകും എന്നറിയില്ല. അങ്ങനെ കുറച്ച് നേരം ഈ ലേക്കും ഈ മൗണ്ടൻസും ഈ ബ്യൂട്ടിഫുൾ സീനറിയൊക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ കൊണ്ടുവന്നിരുന്ന കുറച്ച് സ്നാക്സൊക്കെ കഴിച്ച് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ലേക്കിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തു. പെട്ടെന്ന് അങ്ങ് വെതർ ഭയങ്കരമായിട്ട് ചേഞ്ചായി, ഭയങ്കര വിൻഡിയായി, ആൻഡ് റോഡൊക്കെ നല്ല സ്ലിപ്പറി ആയി തുടങ്ങി. നിങ്ങൾക്ക് എത്രത്തോളം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്നറിയില്ല. പക്ഷെ നമ്മൾ ദൂരെ മലകളിലോട്ട് നോക്കുമ്പോൾ ഭയങ്കര ഒരു ഭീകര കാഴ്ചയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മൾ വാവ് എന്ന് വെക്കുന്നതിന് പകരം എൻ്റെ അമ്മോ എന്ന് വെച്ച് പോകുന്ന ആ മലകളൊക്കെ നിൽക്കുന്നത് കണ്ടോ. അതൊക്കെ അതിന് ചുറ്റുമൊക്കെ ഭയങ്കര മൂടലായിട്ട് ഭയങ്കര കാറ്റും അങ്ങനെ ഒരു ഭയാനകമായ ഒരു ഫീലായിരുന്നു. നമ്മൾ ശരിക്കും ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് സാധനമായത്. എന്ന് പറഞ്ഞാൽ മഞ്ഞൊക്കെ നമ്മൾ കാനഡയില് ആയതുകൊണ്ട് കാണുന്നതാ. പക്ഷെ ഇവിടെ മഞ്ഞ മാത്രല്ല, ഇവിടെ കാറ്റെന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നേ ഓൾമോസ്റ്റ് ഞാൻ താഴെ വീഴാൻ പോയി. അതുപോലത്തെ കാറ്റ്. നമ്മള് ബെയർ ലേക്കിലെ ഒരു ഹൈക്ക് കഴിഞ്ഞിട്ട് വരുവാണ്. നമുക്ക് മഞ്ഞത്തൂടെ നടക്കാനുള്ള ഒരു സാധനം ഇല്ല. ആകെ വിന്റർ ജാക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കൊള്ളായിരുന്നു. കാറ്റെന്ന് പറഞ്ഞാൽ നമ്മള്, പക്ഷെ ഞാൻ ഇങ്ങനത്തെ ഒരു കാറ്റ് ഞാൻ ഇതുവരെ എക്സ്പീരിയൻസ് ഇല്ല. എന്ന് പറഞ്ഞാൽ ശരിക്കും വീഴാൻ പോയി. ബെയർ ലേക്കിലെത്തിയപ്പോൾ എനിക്കങ്ങനെ ഒത്തിരി ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പറ്റില്ല. കാരണം അവിടെ ഭയങ്കര തണുപ്പും വിൻഡിയായിരുന്നു. അവർ -15 പറഞ്ഞിട്ട് ഫീൽസ് ലൈക്ക് ഒരു -20 അബവ് ഉണ്ടായിരുന്നു. നല്ല വിൻഡും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഡേ 3 ആദ്യത്തെ സ്റ്റോപ്പായിരുന്നു ഇത്, ഗാർഡൻ ഓഫ് ദ ഗോഡ്സ്. പേര് പറയുന്ന പോലെ തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ഈ പ്ലേസ് കാണാൻ. ലൈക്ക് നമ്മൾ പോയതൊരു ഏർലി മോർണിംഗും കൂടെ ആയതുകൊണ്ട് സൺലൈറ്റൊക്കെ ഈ റോക്സിൽ അടിച്ചിട്ട് നല്ല റെഡ് കളറായിരുന്നു ഈ റോക്സിനൊക്കെ. ഇതുവഴി ഞങ്ങൾ കുറേ ടൈം ഡ്രൈവ് ചെയ്തു, കുറേ പിക്ചേഴ്സൊക്കെ എടുത്തു. ഇതതിൻ്റെ ഒരു വ്യൂ പോയിൻ്റ് ആയിരുന്നു. ഞങ്ങളുടെ ഈ ട്രിപ്പിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എത്ര ഫോട്ടോസ് എടുത്തിട്ടും എത്ര വീഡിയോസ് എടുത്തിട്ടും നമ്മൾ ആ നേരിട്ട് കണ്ണുകൊണ്ട് കണ്ട ആ കാഴ്ച ഉണ്ടല്ലോ, അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്ര ബ്യൂട്ടിഫുള്ളാണ് ഈ പ്ലേസ്. വേറൊരു ടൈം പീരീഡിൽ വന്നൊരു ഫീൽ, ലൈക്ക് ഒരു മിഡീവൽ ടൈമിലോ അങ്ങനെയൊക്കെ വന്ന വേറൊരു ഡിഫറെൻറ്റ് ഫീലായിരുന്നു. ജിയോളജിയിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ സ്ഥലം നല്ലപോലെ ഇഷ്ടപ്പെടും. ഇവരുടെ വിസിറ്റേഴ്സ് സെൻറ്ററിൽ പോവുകയാണെങ്കിൽ അവിടെ അവർ ഇതിൻ്റെ ഫുൾ ഹിസ്റ്ററി എഴുതി വെച്ചിട്ടുണ്ട്. ഈ റോക്സൊക്കെ എങ്ങനെ ഉണ്ടായെന്നും ഇവർക്ക് ഇവിടുന്ന് ഡൈനോസേഴ്സ് കള്ളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അങ്ങ് ദൂരെ ഒരു വലിയ മഞ്ഞൊക്കെയുള്ള മല കാണുന്നില്ലേ, അതാണ് പൈക്സ് പീക്ക്. അവിടെയാണ് ഇനി നമ്മൾ നെക്സ്റ്റ് പോകാൻ പോകുന്നത്. നമ്മൾ പൈക്സ് പീക്ക് കയറാൻ വേണ്ടി നമ്മൾ താഴെ ഗേറ്റ് വേയിൽ പോയി 2 പേർക്കുള്ള ടിക്കറ്റ് എടുത്തു. അപ്പോൾ ആ ഗേറ്റ് വേ സ്റ്റാർട്ട് ചെയ്യുന്നത് 7,800 ഫീറ്റിലാണ്. നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് 14,000 മാപ്പുണ്ട് 14,115 അത്രയും ഫീറ്റും മുകളിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇപ്പം ഹൈ എലിവേഷൻ ആയതുകൊണ്ട് ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. പോയി കഴിയുമ്പോൾ അറിയാം നമ്മളത് ഫീൽ ചെയ്യുന്നോ ഇല്ലയോ. ഈ 14,000 ഫീറ്റ് അബോവ് ഉള്ള മൗണ്ടൻസിനെ ഇവിടുത്തെ ആൾക്കാർ 14ers എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഈ വീഡിയോ കണ്ടാൽ അറിയാം, ഒരു ലെവലിൽ മുകളിലോട്ട് നമുക്ക് മരങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ മുകളിലോട്ട് പോകുന്നതോറും നമുക്ക് ഓക്സിജൻ സപ്ലൈ കുറവായിരിക്കും. അപ്പോൾ ആ കണ്ടീഷനിൽ മരങ്ങൾക്കൊന്നും വളരാൻ പറ്റില്ല. നമുക്ക് നോർമലി കിട്ടുന്നതിലും ഒരു 59 to 60% ഓക്സിജനെ മുകളിൽ കിട്ടത്തുള്ളൂ. ഇതൊരു നല്ല അഡ്വഞ്ചറസ് ഡ്രൈവ് ആയിരുന്നു. അതിൻ്റെ സൈഡിൽ അവർ ഒരു റെയിൽ ഗാർഡ് പോലും വെച്ചിട്ടില്ല. നമ്മൾ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മൾ താഴെ വീഴും. അതുപോലെയായിരുന്നു പോയത്. ആൻഡ് പോയിക്കൊണ്ടിരിക്കുമ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ആകാശം മാത്രമേ നമുക്ക് കാണത്തുള്ളൂ.
നമുക്ക് വേറെ സൈഡിലും ഒന്നുമില്ല, മുന്നിലും ഒന്നുമില്ല. ഫുൾ ടൈം ഇങ്ങനെ സ്കൈ നോക്കിയായിരുന്നു ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഒന്നൊരു ഫ്ലാറ്റ് വരുന്നത് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു വളവുള്ള സ്ഥലത്തായിരിക്കും. അവിടെ മാത്രം അവർ ഭാഗ്യത്തിൻ്റെ റെയിൽ വെച്ചിട്ടുണ്ട്. പക്ഷേ വേർത്ത് പോയി മുകളിലെത്തിയപ്പോൾ വണ്ടി ഓടിച്ച്. ആൻഡ് മുകളിലെത്തുന്നത് വരെ ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നത് ഇനി താഴോട്ട് എങ്ങനെ ഓടിക്കുമെന്നാണ്. മുകളിൽ അറ്റ്ലീസ്റ്റ് നമുക്ക് സ്കൈ നോക്കി ഓടിച്ചാൽ മതിയായിരുന്നു. പക്ഷേ താഴോട്ട് വരുമ്പോൾ നമ്മൾ ഈ ഫുള്ള് മലകളും കൊക്കയെല്ലാം കണ്ടിട്ടാണ് നമ്മൾ താഴോട്ട് ഓടിച്ച് വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഒരു ടെൻഷനാണ് ഞങ്ങൾക്ക്. അങ്ങനെ നമ്മൾ ഫൈനലി പൈക്സ് പീക്കിലെത്തി. നമ്മൾ ഈ ഒരു ടൈം ചൂസ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അഡീഷണൽ ടൈംഡ് എൻട്രി പാസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ലാഞ്ഞത്. നോർമലി ഇവരുടെ മെമ്മോറിയൽ ഡേ, അതായത് മെയ് 26 കഴിഞ്ഞുള്ള ഏത് ഡേറ്റിൽ ഇവിടെ വന്നാലും ഒരു എക്സ്ട്രാ ടൈംഡ് എൻട്രി പാസ് നമ്മൾ എടുക്കണം. എന്നാലേ നമുക്ക് മുകളിൽ വരാനും ഇതുപോലെ ഇവിടെ പാർക്ക് ചെയ്യാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ നമ്മൾ പൈക്സ് പീക്കിന്റെ സമ്മിറ്റിലെത്തിയിരിക്കുകയാണ്. ഓൾട്ടിറ്റ്യൂഡ് സിക്നസ് ഈസ് റിയൽ. ലൈക്ക് ബ്രീത്ത് ചെയ്യാൻ നല്ല പാടുണ്ട്. 2 സ്റ്റെപ്പ് വയ്ക്കുമ്പോൾ ഭയങ്കര ടയേർഡായി പോകുന്നുണ്ട്. ഇപ്പം ഇവിടെ ഒരു കഫേയിൽ വന്നിരിക്കുക. ഇതിൻ്റെ മുകളിലൊരു കഫേ ഉണ്ട്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഈ ലെഫ്റ്റ് സൈഡിലുള്ള ആ മല പൈക്സ് പീക്കിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ റൈറ്റ് സൈഡിലെ വലിയ മലയാണ് മൗണ്ട് എവറസ്റ്റ്. അപ്പം അതിൻ്റെ ഫീറ്റ് മെഷർമെൻറ്റ്സ് നോക്കി അറിയാം. നമ്മളൊരു എവറസ്റ്റിൻ്റെ ഒരു ഹാഫ് ഹൈറ്റിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതിനകത്ത് ഇവർ പറയുന്ന പോലെ 60% ഓക്സിജൻ മാത്രമേ നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ആൻഡ് അതുകൊണ്ട് തന്നെ ഒരു തലകറക്കം, ശ്വാസം മുട്ടൽ, ഹാർട്ട് ബീറ്റ് കൂടുന്നു, ഇങ്ങനത്തെ എല്ലാ ബുദ്ധിമുട്ടുകളും നമുക്ക് തോന്നുന്നുണ്ട്. പൈക്സ് പീക്ക് കാണാൻ വരുന്ന എല്ലാവരും തന്നെ ട്രൈ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ കയ്യിലിപ്പോൾ ഇരിക്കുന്ന ഈ ഡോണറ്റ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. അതായത് ഇത്ര ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ ഉണ്ടാക്കുന്ന ഡോണറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ടെക്സ്ചറും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ ഒരു നോർമൽ ഡോണറ്റിലും ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അതായത് ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ നമ്മുടെ വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ കുറവായിരിക്കും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഈ ഡോണറ്റിനെ ഡോണറ്റ് ആക്കി ഉണ്ടാക്കാൻ വേണ്ടി അവരവരുടെ ആക്ച്വൽ റെസിപ്പിയിലും കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഇപ്പോഴും ഭയങ്കര സീക്രട്ടായിട്ടാണ് അവർ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഇത് തന്നെയാണ് കഴിക്കുന്നത്. കുറേ ഡോണറ്റ്സ് കഴിച്ചിട്ടുണ്ടെങ്കിലും ഇത് എല്ലാത്തിൽ നിന്നും ഒരു ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ടെക്സ്ചർ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു, ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിരുന്നു, നല്ല ഫ്ലഫി ആൻഡ് ക്രിസ്പി ആയിരുന്നു ഇത്. അങ്ങനെ ഡോണറ്റൊക്കെ കഴിച്ചൊരു കോഫിയും കുടിച്ചൊന്ന് റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ പുറത്തോട്ട് വ്യൂസ് കാണാൻ ഇറങ്ങി. ഈ പൈക്സ് പീക്ക് ക്ലൈംബ് ചെയ്ത് വരുന്നവരുണ്ട്, ഡ്രൈവ് ചെയ്ത് വരുന്നവരുണ്ട്. പിന്നെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഇത് ഈ കാണുന്ന കോഗ് റെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ. ഇത് ഹയസ്റ്റ് കോഗ് റെയിൽവേ ഇൻ ദ വേൾഡ് ആണ്. നമുക്ക് പക്ഷേ ഇതിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. സീറ്റ്സ് എല്ലാം പെട്ടെന്ന് ഫില്ലായി പോകും. ഇതായിരുന്നു പുറത്തെ അവസ്ഥ. കഴിഞ്ഞ ദിവസം റോക്കി മൗണ്ടനിൽ പോയപ്പോൾ ഞാൻ ഓർത്ത് അതായിരിക്കും ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കാറ്റെന്ന്. പക്ഷേ ഇതെനിക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ല. എൻ്റെ തന്നെ ജാക്കറ്റ് എൻ്റെ മുഖത്ത് വന്നടിച്ചിട്ട് എനിക്ക് വേദന എടുക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഒത്തിരി സമയം നിൽക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കരമായിട്ട് അങ്ങ് ശ്വാസം മുട്ടുമായിരുന്നു. അപ്പം അത്യാവശ്യം വ്യൂസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ച അത്ര പ്രശ്നമില്ലായിരുന്നു താഴോട്ട് ഇറങ്ങാൻ വേണ്ടി. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് ഒത്തിരി ചവിട്ടാതെ വണ്ടി ലോ ഗിയറിലിട്ടിട്ട് ഇറങ്ങുക എന്നുള്ളതാണ്. പിന്നെ കുറച്ച് ഇറങ്ങിക്കഴിയുമ്പോൾ അവിടെ ഒരു മാൻഡേറ്ററി ബ്രേക്ക് ചെക്കും കാണും. അപ്പം നമുക്ക് കുറച്ച് ടൈം സ്പെയർ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഐറ്റ്നറിയിൽ ഓപ്ഷനിലാക്കി ഇട്ടിരുന്ന ഒരു സംഭവമായിരുന്നു കേവ് ഓഫ് ദ വിൻഡ് ടൂർ എന്ന് പറയുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകാം എന്ന് വിചാരിച്ചു. അവിടെ ഈ കേവ്സിലോട്ടുള്ള ഒരു ടൂറ് ഞങ്ങൾ ബുക്ക് ചെയ്തു. അവിടെ ചെന്നിട്ട് ബുക്ക് ചെയ്തതാണ്. ഇതൊരു ഗൈഡഡ് ടൂർ ആയിരുന്നു. സോ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു ഗൈഡും പിന്നെ ഒരു 6, 7, 8 ആൾക്കാരും ഉണ്ടായിരുന്നു ഈ ടൂറിൽ. നമ്മളൊരു 1 hour ഈ കേവിനകത്തൂടെ നടക്കുകയാണ്. നടക്കുന്നതിനിടയ്ക്ക് നമ്മുടെ ടൂർ ഗൈഡ് നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഇതൊരു നല്ല എഡ്യൂക്കേഷണൽ ടൂറായിരുന്നു. അതിൻ്റെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഒരു കൺജസ്റ്റഡ് ആയിട്ടുള്ള ഈ കേവിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഗൈഡ് നമ്മളോട് ഫോണും ഇലക്ട്രോണിക് ഐറ്റംസ് എല്ലാം, അതായത് ലൈറ്റ് വരുന്ന എല്ലാം ഓഫ് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് അപ്പം നമ്മളവിടെ എക്സ്പീരിയൻസ് ചെയ്ത ഒരു പിച്ച് ഡാർക്ക്, അതായത് ഒരു പ്യോർ ഡാർക്ക്നെസ് ആയിരുന്നു നമ്മൾ അവിടെ എക്സ്പീരിയൻസ് ചെയ്തത്. ആൻഡ് ആ ഡാർക്ക്നെസ്സിൽ നമ്മൾ ഈസി ആയിട്ട് എങ്ങനെ ഒരു ഹാലൂസിനേറ്റഡ് ആയി പോകാം എന്നുള്ള എക്സാമ്പിളൊക്കെ വെച്ച് നമ്മളെ കാണിച്ചു തന്നായിരുന്നു. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ കേവ് ടൂറൊക്കെ കഴിഞ്ഞു. ഈ ഏരിയയൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തു. ഈ വാലിയുടെയൊക്കെ റൈറ്റ് സൈഡിൽ അവർ
അമ്യൂസ്മെൻറ്റ് റൈഡ്സ് ഒക്കെ നടത്തുന്നുണ്ട്. എന്ത് ധൈര്യത്തിൽ ആൾക്കാർ അതിൽ കയറിയിരുന്ന് പോകുന്നതെന്നറിയില്ല, പക്ഷെ ഞങ്ങൾ കയറിയില്ല. ഇനി നമ്മുടെ അടുത്ത സ്റ്റോപ്പ് പെയിൻറ്റ് മൈൻസ് എന്ന് പറയുന്നൊരു സ്ഥലമാണ്. അവിടെയും ഈ പറഞ്ഞ പോലെ വൈറ്റ് കളർ റോക്സ് ആണുള്ളത്. ബേസിക്കലി നമ്മുടെ ഈ ട്രിപ്പ് ഫുള്ള് മലകളും റോക്സും കാണാൻ വന്ന പോലെ എനിക്ക് തോന്നി. അതായത് പല സൈസിൽ പല ഷേപ്പിലുള്ള മലകളും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഹൈറ്റ്, ഡിഫറെൻറ്റ് ഷേപ്പ്, കളറിലൊക്കെയുള്ള റോക്ക് ഫോർമേഷൻസും ഒക്കെ കാണാൻ വന്നതുപോലെ തോന്നി. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്ത് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. നമുക്കിങ്ങനെ ടോപ്പിൽ നിന്ന് നോക്കുമ്പം അങ്ങനെ അതിൻ്റെ ഒരു എഫക്റ്റ് കംപ്ലീറ്റ്ലി നമുക്ക് മനസ്സിലാവില്ല. അതിനുള്ളിൽ ഇറങ്ങിക്കഴിയുമ്പം പിന്നെ നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ള കളർ മാത്രമേ കാണത്തുള്ളൂ. വെള്ളയും പിങ്കും പിന്നെ ഒരു എന്താ പറയുക, ഒരു യെല്ലോ ഷെയ്ഡും ഒക്കെ വരുന്ന ഈ കളേഴ്സ് മാത്രമേ നമുക്ക് അതിന് ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുള്ളൂ. നമ്മൾ വേറൊരു വേൾഡിൽ വന്നതുപോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്ലാനറ്റിൽ വന്നൊരു ഫീലായിരുന്നു. അങ്ങനെ ഇന്ന് ഒത്തിരി കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ഇന്നത്തെ ഡേ കംപ്ലീറ്റ് ആയ ഒരു ഫീലുമായിട്ട് ഞങ്ങൾ ഹോട്ടലിലോട്ട് ട്രാവൽ ചെയ്യാൻ മാപ്പ് ഇട്ടപ്പോഴാണ് നമുക്ക് ഫുള്ള് കൺട്രി സൈഡായിരുന്നു കിട്ടിയത്. ഈ ഡ്രൈവിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡെൻവറിൻ്റെ വേറൊരു സൈഡായിരുന്നു കണ്ടത്. അതായത് പണ്ടത്തെ നമ്മുടെ വിൻഡോസ് XP ഡെസ്ക്ടോപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ടില്ലേ, അമ്മാതിരി ഒരു വ്യൂ. ഞങ്ങൾക്കൊരു 1.25 മണിക്കൂർ ഈ സെയിം വ്യൂവും പിന്നെ ഓപ്പോസിറ്റ് ഒരു 2-3 വണ്ടികൾ മാക്സിമം വന്ന് കാണും. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് ഡെൻവർ വരെ എത്തിയത്. ആൻഡ് ഓൺ ദ വേ നമുക്ക് ഇതുപോലെ ഒരു ബ്യൂട്ടിഫുൾ മഴവിലൊക്കെ കാണാൻ പറ്റി. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു പെർഫെക്റ്റ് ഡേ ആയിരുന്നു.